ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സുഹൃത്ത് ആരോൺ ഒരു ടെക് എന്തൂസിയാസ്റ്റും ഒരു പാട്ടുകാരനൊക്കെയാണ്. പുള്ളിയുടെ ലൈഫ് എന്ന് പറയുന്നത് വീട്, ഓഫീസ്, സുഹൃത്തുക്കൾ, അതിനപ്പുറത്തേക്ക് പുള്ളി ഒന്നും ചിന്തിച്ചിട്ട് പോലും. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ച് പുള്ളിയുടെ ലൈഫിൽ പുതിയൊരു അധ്യായം, ഒരു ചാപ്റ്റർ തുടങ്ങാം. അങ്ങനെ ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടെ പുള്ളിക്ക് ഒരു ഡേറ്റ് സെറ്റ് ചെയ്യാൻ പോവാണ്, ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന്. അങ്ങനെ ആരോന്റെ ജീവിതത്തിൽ നമ്മളൊരു പുതിയ ചാപ്റ്റർ അൺലോക്ക് ചെയ്യാൻ പോകുന്നു. ലെറ്റ്സ് ഡു ഇറ്റ്. ആദ്യം തന്നെ നമ്മൾ അവനൊരു മേക്ക് ഓവർ കൊടുക്കാൻ പോവാണ്. ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുമ്പിലുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മേക്ക് ഓവർ എവിടെ ചെയ്യും എന്നുള്ളതായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് വിശ്വാസമുള്ള ഒരു മേക്ക് ഓവർ സ്റ്റുഡിയോനെ ഞങ്ങൾ അപ്രോച്ച് ചെയ്തു. അവർ ആക്ച്വലി നമ്മുടെ അടുത്ത് യെസ് മാത്രമല്ല, അവർ നമ്മളെ സർപ്രൈസും കൂടെ ചെയ്തു. നമ്മൾ ആരോൺ ജിക്ക് മേക്ക് ഓവർ ചെയ്യാനായിട്ട് സ്റ്റുഡിയോ ലെക്സിയിൽ എത്തിയിരിക്കുകയാണ്. ചേച്ചി, ഇത് ആരോണിനൊരു സ്പെഷ്യൽ ഡേ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും വിചാരിച്ചു ആരോണിനൊരു മേക്ക് ഓവർ ചെയ്യാമെന്ന്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി തന്നെയാണ് ഡിസൈഡ് ചെയ്തത് സ്റ്റുഡിയോ ലെക്സ്. ഓക്കെ, ഇനി ചേച്ചിയുടെ കയ്യില്ല. ഓക്കെ, ആരോണിന് ഒരു അടിപൊളിയാക്കി ഞങ്ങൾക്ക് തിരിച്ചു തരാം. Now we need to give a good hairstyle and according to his face का जो शेप है उसके हिसाब से उनका beard setting होना चाहिए. We need a little bit bold look देना है इनको. Okay, so let's start. സ്റ്റുഡിയോ ലെക്സിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഉള്ള ആളുകളെല്ലാവരും വളരെ പാഷനറ്റ് ആണ് ഒരു ചേഞ്ച് നമ്മുടെ ലുക്കിൽ കൊണ്ടുവരാനായിട്ട്. ആ ഒരു എനർജി, അവരുടെ ഒരു എന്തൂസിയാസം കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. ആരോൺ അകത്ത് ഫേഷ്യൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ആക്ച്വലി ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് വന്നത്. നമ്മൾ ഇങ്ങനെ ഒരു ക്രേസി ഐഡിയ പറഞ്ഞ സമയത്ത് സ്റ്റുഡിയോ ലെക്സിയാണ് നമുക്ക് ഫുൾ വീഡിയോ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞു. അവനാളെ മാറ്റിക്കളന്നല്ലോ. ഇന്നലെ കണ്ട ആളല്ലേ അവനാള് മാറ്റിക്കളം. എടാ സത്യം പറയല്ലേ, ഒരു ബന്ധമില്ല. ഇങ്ങനെ ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. I hope you all loved his makeover. I'm happy seeing you. You are just completely changed. നമ്മൾ ആക്ച്വലി ഭയങ്കര ഷോക്ക്ഡായി ആരോണ്ട് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ. ഇത് ക്യാമറയിൽ എനിക്ക് എത്രത്തോളം കാണിക്കാൻ പറ്റുന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ നമ്മുടെ മുമ്പിൽ നിന്ന് ഒരു പുള്ളി ഇങ്ങനെ മാറുന്നത് നമ്മൾ കണ്ടായിരുന്നു. ഫൈനൽ കണ്ട സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ആക്ച്വലി ഇച്ചിരി ഷോക്ക്ഡ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ആരോണ്ട് അറ്റയർ എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു. ആക്ച്വലി നമ്മൾ കഴിഞ്ഞ തൊട്ട് മുമ്പായിട്ട് ഒരു റീൽസിന്റെ ഒരു സോഷ്യൽ എക്സ്പെരിമെന്റ് വീഡിയോ ചെയ്തായിരുന്നു. അവിടെ വെച്ച് അജിത പിള്ള എന്ന് പറയുന്ന ഉർവി ബൊട്ടീക്കിന്റെ ഓണറിനെ ഞങ്ങൾ പരിചയപ്പെട്ടായിരുന്നു. പുള്ളിക്കാരിയുടെ അടുത്ത് നമ്മൾ ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാം എന്ന് ഞങ്ങളിങ്ങനെ വിചാരിച്ചു. അപ്രോച്ചും ചെയ്തു. പുള്ളിക്കാരി സർപ്രൈസിംഗ്ലി പുള്ളിക്കാരി നമ്മുടെ അടുത്ത് യെസ് പറഞ്ഞു. മേക്ക് ഓവർ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ പയ്യനെ നമ്മൾ ഡ്രസ്സ് എടുക്കാനായിട്ട് വെള്ളയമ്പലത്തുള്ള ഉർവി സ്റ്റോറിൽ ഞങ്ങളെത്തി. പുള്ളിയല്ലേ കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ്. ഹലോ, യാ ഓക്കെ അല്ലേ? ഫൈനലി ഭാഗ്യം. നമുക്ക് ഡ്രസ്സൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ സ്ഥലത്തേക്ക് പോകുന്നു ആളെ കണ്ടുപിടിക്കാൻ. ആക്ച്വലി ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ ഹാർഡായിട്ടുള്ള പല ഡിസിഷൻസും എടുക്കേണ്ടത്. ആര്, എവിടെ, എങ്ങനെ. അതാണല്ലോ നമ്മളെ വീഡിയോന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇത് ചെയ്യാനായിട്ട് നമ്മളെല്ലാവരും കൂടെ ഡിസൈഡ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിൽ പോവാം. അവിടെയാണല്ലോ കുറച്ച് ക്രൗഡൊക്കെ വരുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ മോളിലേക്ക് പോയി. ഗായ്സ്, നമുക്ക് കുറച്ച് ടെൻഷൻ ആവുന്നുണ്ട്. ഇവിടെ ഇച്ചിരി തിരക്കൊക്കെയാണ്. എന്തും സംഭവിക്കാം. കുറച്ച് ഗ്രേ ഏരിയയിലോട്ടല്ലേ നമ്മൾ. അതെ, അടി കിട്ടാം. അർജുനും ദേവാംഗുമാണ് അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. ഞങ്ങള് മൂന്നുപേരാണ് പോകുന്നത്. ആരോൺ ഇവിടെ ഒരു അനക്കം ഇല്ലാണ്ട് ഇവിടെ ഇരിക്കുകയാണ്. എക്സ്പ്രഷൻ ചേഞ്ച് ഇല്ലെന്നാണ് ആരോണിന്. അതെ, ആരോണിനെ കുട്ടപ്പനാക്കി ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഈ ഒരു അവസരത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാനേ ഇവിടെ ആർക്കും അടി കിട്ടില്ലേ. അടി കിട്ടിയാ കുഴപ്പമില്ലല്ലോ. എനിക്ക് കുഴപ്പമുണ്ട്. ഇല്ല, അടിയൊന്നും കിട്ടത്തില്ല. നമ്മൾ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടായിരിക്കും ഇത് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഇനിഷ്യലി ഇങ്ങനെ പെൺകുട്ടികളുടെ അടുത്ത് പോകുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ആളുകൾ എങ്ങനെ എടുക്കും എന്നൊക്കെ ഉള്ള.
നമ്മളൊരു ഫൺ പരിപാടിയാണല്ലോ, അത് എത്രയും റെസ്പെക്ട്ഫുൾ ആയിട്ട് നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ തന്നെയായിരുന്നു. തുടക്കത്തിലുള്ള പല ഓഡിയോയും നമുക്ക് കിട്ടുന്നില്ല, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് എല്ലാ ഫുട്ടേജൊന്നും ഞാൻ ഇടുന്നില്ല. ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? അതിന്റെ മറവിൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്ക് ഒരു ബ്ലൈൻഡ് ഡേറ്റ് സെറ്റ് ചെയ്യും. ഞങ്ങളില്ലേ ഒരു സോഷ്യൽ എക്സ്പെരിമെന്റ് പോലെ ഒരു യൂട്യൂബ് വീഡിയോ, ചെറിയൊരു വീഡിയോ പ്ലാൻ ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മളൊരു ഫ്രണ്ടിനൊരു ഡേറ്റ് പോലെ വീഡിയോയിൽ വരാൻ താല്പര്യമുണ്ട്. ഒറ്റയ്ക്ക് യൂട്യൂബ് വീഡിയോ ആണ്, നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ ഒരു ഫ്രണ്ടിന് ഒരു ഡേറ്റ് പോലെ ഒരു കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവും. ജസ്റ്റ് റാപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് സെഷൻസ്. സോ ഫ്രീ ആണെങ്കിൽ ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാ. ഞങ്ങൾ ആക്ച്വലി കുറച്ച് ആക്ടിവിറ്റീസ് സെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതെങ്ങനെ വരുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ജസ്റ്റ് ഒരു ഫൺ പരിപാടി. നമുക്കൊന്ന് അങ്ങോട്ട് നിന്നാലോ? ആർക്കെങ്കിലും വേണ്ടി വെയിറ്റ് ചെയ്യണം. കുറെ നേരത്തെ ശ്രമത്തിന് ശേഷം നമുക്കൊരു കുട്ടീനെ കിട്ടിയിട്ടുണ്ട്. അവിടെ ആ കൊച്ചിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ ഒരു ഫൺ എക്സ്പെരിമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ആ കൊച്ചു വരാൻ റെഡിയായി. പുള്ളിക്കാരി ആക്ച്വലി കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടില്ല. ഞാൻ ഇങ്ങനെ ഒരു ഫ്രണ്ട് സൈഡിൽ ഇരിക്കുന്നുണ്ട്, ഒരു ഫൺ പരിപാടി ചെയ്യാന്ന് പറഞ്ഞു. റെഡിയല്ലേ? വിളിക്കട്ടോ? ഞാൻ വിളിച്ചിട്ടാ. ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇതെങ്ങനെ ആവുമെന്ന് കാണാനായിട്ട്. നമ്മളതും ചോദിച്ചില്ലല്ലേ? അതാണല്ലേ ഞാൻ അജിൻ. ഇവരെല്ലാം കൂടെ എന്നെ മാറ്റി. ഇതിനറിയോ? ഞങ്ങളൊരു മ്യൂസിക് കമ്മ്യൂണിറ്റിയിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. മ്യൂസിക് കമ്മ്യൂണിറ്റി പോയി എന്നെ പരിചയപ്പെട്ട് ഒരു പാട്ടൊക്കെ ചെയ്തു. നിങ്ങൾ എങ്ങനെയാ പരിചയം? കോമൺ പോയിന്റ്സ് മ്യൂസിക്. അതാ പിന്നെ നമുക്കിവിടെ ട്രിവാൻഡ്രത്ത് ഒരു മ്യൂസിക് കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തു കുറച്ച് ആൾക്ക് മുന്നേ. എനിക്ക് തോന്നുന്നൊരു ജാനുവരി സമയത്താണ് തോന്നുന്നത്. അപ്പം അതിൽ ഞാൻ ജോയിൻ ആയി, അങ്ങനെ കുറേ പേര് ജോയിൻ ആയി. അപ്പം അതിൻ്റെ ഫസ്റ്റ് ഇവന്റ് വെച്ചപ്പോൾ ഞാൻ അവിടെ ചെന്നായിരുന്നു. അപ്പോൾ ചെന്നപ്പോൾ അവിടുത്തെ പാട്ടുകാരും അങ്ങനെ കുറേ പേരൊക്കെ പരിചയപ്പെട്ടു. അങ്ങനെ പരിചയപ്പെട്ടതാണ് ആക്ച്വലി. അങ്ങനെ അപ്പോൾ നമ്മൾ അവിടെ വെച്ചൊരു പാട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പാട്ട് ചെയ്തു. ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. പാട്ട് അത്യാവശ്യം നൈസായിട്ടൊക്കെ പോയിട്ടുണ്ട്. അല്ല, ഞാൻ ഗിറ്റാർ വായിക്കും. സത്യം ഗിറ്റാർ വായിക്കും കേട്ടോ. പാടുകയും ചെയ്യും. എന്താ ബാൻഡും ഉണ്ടോ നിങ്ങൾക്ക്? ബാൻഡും ഉണ്ടോ? അതും കൂടെ ഉള്ളൊരു കുറവേ ഉള്ളു. ആരെയും വെയിറ്റ് ചെയ്തിരിക്കായിരുന്നോ? അല്ല, ചുമ്മാ ചുമ്മാ എനിക്ക് ആകെ അറിയാവുന്ന പുള്ളിക്കാരത്തിന്റെ പേര് ഹസ്ന എന്നാണ്. പുള്ളിക്കാരത്തിന്റെ സ്ഥലം ഇവിടെ കേരളത്തിന്റെ നോർത്ത് സൈഡ് ആണെന്ന് അറിയാം, എവിടെയാണെന്നറിയില്ല. പിന്നെ ഈ പറഞ്ഞ പാട്ട് പാടുമെന്ന് അറിയാം. ഇവിടെ കഴക്കൂട്ടത്തല്ലേ? ഉള്ളൂരാ വർക്ക് ചെയ്യുന്നത്. യെസ്, ഞാൻ ആകെ എനിക്കറിയാത്ത ഇൻഫർമേഷൻ. ആരോൺ പേര്. ഗിറ്റാർ വായിക്കും, പാട്ട് പാടും, ഇംഗ്ലീഷേ പാടും. പിന്നെ വീട് പാളയല്ല, സ്റ്റാച്ചു. തെക്കാണ് ബ്ലൈൻഡ് ഡേറ്റ് എന്ന് പറയുന്നത് ആരാണോ വിചാരിച്ചില്ല. ഇതിന് ഇൻട്രൊഡക്ഷൻ തന്നില്ലല്ലോ. ഇത് എന്റെ ഒരേ ഒരു കൂട്ടുകാരൻ. അല്ല, ഇവിടെ ഉള്ളതിൽ ഇപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ. ഏതാ? അല്ല, ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഇപ്പൊ വീഡിയോയിലുണ്ടല്ലോ. ഇപ്പൊ ആളിവിടെ ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ. അതാ പറഞ്ഞ, ഇത് എന്റെ ഒരു ഫ്രണ്ടാണ്. ഞാൻ ഒന്നുകൂടെ കറക്റ്റായിട്ട് പറയാം. ഇത് എന്റെ ഒരേ ഒരു 5 വർഷം കൂട്ടുകാരൻ. ഇതെന്റെ ഒരേ ഒരു
2 മാസത്തെ കൂട്ടുകാരൻ. 2 മാസത്തെ കൂട്ടുകാരൻ. എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും? ഇത് ഒരു 2 ദിവസത്തെ കൂട്ടുകാരി. പിന്നല്ലാണ്ട് ദേവാംഗം 2 മാസത്തെ കൂട്ടുകാരൻ. നമ്മളെ കണക്ക് അതാണ്. കുഴപ്പമില്ല, 2 ദിവസത്തെ 2 ദിവസത്തെ എനിക്ക് 2 വർഷത്തെ പരിചയം പോലെയാണ്. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? ഞാൻ ഇടൂല, അതുകൊണ്ടാണ് എടുക്കാത്തത്. ഓക്കെ, ഹസ്നയ്ക്ക് ഓൾറെഡി ആരോണിനെ അറിയാലോ. ആരോണിന് ഒരു വട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പോഴത്തെ ആരോണിന് എന്തൊക്കെ മാറ്റങ്ങളുണ്ട് അന്ന് കണ്ടത് വെച്ചിട്ട്? ആളുടെ ഫേസ് ഒക്കെ എന്തൊക്കെയോ ചേഞ്ച് ആയ പോലെ ഉണ്ട്. ഹെയറും മാറ്റിയ പോലെ ഉണ്ട്. മൊത്തത്തില് ഒന്ന് അടിപൊളിയായ പോലെ. ആണല്ലേ? ഇവരുടെ ക്രിയേറ്റിവിറ്റിയാണ്. ഞങ്ങൾ മൊത്തത്തിൽ ഒന്ന് മേക്ക് ഓവർ ചെയ്ത് ആരോണിനെ മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇവര് സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി ആ സ്റ്റുഡിയോയിൽ എനിക്കൊരു മേക്ക് ഓവർ തന്നു. എന്നിട്ട് ഈ മേക്ക് ഓവറോടെ എന്റെ ഫുൾ ലുക്ക് മൊത്തത്തിൽ മാറുന്നു. ഒരാൾക്കെങ്കിലും തോന്നിയില്ല അതിന് വലിയ അല്ല, ഞങ്ങൾക്ക് ഓൾറെഡി തോന്നിയായിരുന്നു. നിങ്ങൾക്ക് തോന്നുന്നില്ല. പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് തോന്നും. അത് അക്സെപ്റ്റ് ചെയ്യും. സന്തോഷായില്ലേ? അതുകൊണ്ട് ശരി. അതെ, ഓക്കെ. എനിക്ക് സ്റ്റുഡിയോ ലക്സ് ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. ഇവരൊക്കെ പറഞ്ഞിട്ടാണ് ഇവരെന്നെ കൊണ്ടുപോയി. അവർ പറഞ്ഞ് എനിക്കൊരു മേക്ക് ഓവർ തരാമെന്ന് പറഞ്ഞു, തന്നു. അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു 3rd person പറഞ്ഞപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അവർക്ക് അറിയാൻ പറ്റുന്നുണ്ട് ആ ചേഞ്ച് വന്നു എന്നുള്ള കാര്യം. ഫസ്റ്റ് സ്റ്റേജ് പരിചയപ്പെടുത്തലെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഗെയിംസ് ഒക്കെ കളിക്കാനായിട്ട് പോകാൻ പോവാണ്. വേറെ മറ്റേ ഡാൻസ് കളിക്കുന്നു. എല്ലാവർക്കും കയറാൻ പറ്റുന്ന ഇത് ചാടുന്നതിന് ചാടുന്നതിനെ കുറിച്ച് ചാടാം. എല്ലാരും കൂടെ മറ്റേ റോളർ കോസ്റ്റർ കയറാം. എളുപ്പമേ അതില് കേറാം. നമുക്ക് ചാടുന്ന അങ്ങനെ എന്തെങ്കിലും ലൈറ്റ് ഒക്കെ അടിക്കുന്ന ഒരു സാധനം ഉണ്ട്. ഗെയിംസ് കളിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഞാൻ ഭയങ്കര കിടിലമാണ്, ശക്തിയൊക്കെ ഉള്ളവരാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായി. അങ്ങനെ ഞങ്ങൾ വിചാരിച്ച ആദ്യം ശക്തി തന്നെ ടെസ്റ്റ് ചെയ്യാം. ആരോൺ ഇത് കളിച്ച് ജയിക്കാൻ പോവാണ്. നമ്മളെ തോപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞില്ലേ ഇവൻ പറഞ്ഞില്ലേ? ഫസ്റ്റ് അജിനാണ് പോകാൻ പോകുന്നത്. പ്രൊഡ്യൂസർ ആദ്യമേ പോവും. പ്രൊഡ്യൂസർ ചെക്ക് ചെയ്തിട്ട് നമ്മൾ പോകത്തുള്ളൂ. കാർന്നിതാ ആ ഓക്കെ. പ്രൊഡ്യൂസർ 802 അടിച്ചിട്ടുണ്ട്. ദേവാഗ് അടുത്ത ദേവാഗ്. പരിചയമില്ലാന്ന് തോന്നുന്നു. അടുത്താരാ? ഞാനോ? ടെൻഷൻ ഉണ്ടാ? ആരോൺ നമ്മളെ തോപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല ഞാൻ ചോദിക്കുന്നത് എത്ര പോകാൻ സാധ്യത ഉണ്ടെന്ന്. ഒന്നും പോലെ 2 ഘട്ടം മുമ്പിയ ഭാഗ്യം. നമ്പറിലേക്ക് എത്തിച്ച് എത്ര പോകും? 150, 200. 200 ആ പറയുന്നത്. ഞാനൊരു 500 പ്ലസ്, ഒരു 500 പ്ലസ് ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് നല്ല ഗ്രിപ്പിൽ പിടിക്കുക. കുറച്ച് ഓയിലിയാണ് സാധനം. നല്ല ഗ്രിപ്പ് പിടിക്കുക. അത് കറക്റ്റായിട്ട് എൻ്റെ ആംഗിൾ നോക്കുക. ബാക്കിലോട്ട് ഇത്രയും ബാക്കിലോട്ട് പോകാമോ ചെയ്യും. ഇതാണ് ഞാൻ ചെയ്തത്. വർക്കൗട്ട് ആവുമെന്ന് അറിഞ്ഞൂടാ. തനി രാവണൻ 10 തലയായവന്. ഫ്രഷ് ആയിട്ട് ഈ ഗെയിം പറഞ്ഞു കൊടുത്ത ഒരാളെ പ്രൊഡ്യൂസറിന്റെ തലയിൽ അടിക്കാതെ ശ്രമിച്ചു നോക്കണം. പ്രൊഡ്യൂസർ മാറി നിൽക്കൂ. യെസ്, ഞാൻ പറഞ്ഞില്ലേ 500 പ്ലസ് പോകുന്ന ഞാൻ പറഞ്ഞില്ലേ. സംസാരിക്കുമ്പോ സ്വന്തം പേര് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നത് അല്പത്തരത്തിന്റെ ലക്ഷണമായിട്ടാണ് ഞങ്ങൾ പത്രക്കാര് കണക്കാക്കുന്നത്. നമ്മുടെ ബാത്തു അടിക്കാൻ പോവാണ്.
എന്റെ പ്രഡിക്ഷൻസ് എല്ലാം കറക്റ്റ് ആണ് കേട്ടോ. ഇപ്പൊ എന്റെ പ്രഡിക്ഷൻ കറക്റ്റ് ആയില്ലേ? ഓക്കെ, ആരോണാണല്ല മെയിൻ. ഞാൻ കുറച്ചുകൂടി ഫ്രണ്ട്സിന് കുറച്ചുകൂടി കിട്ടിയത് അതുകൊണ്ട് അടുത്തോട്ടം വീണ്ടും വരാം. എന്റെ കയ്യിലെല്ലാം കിട്ടിയിട്ട് ഞാൻ അടിച്ച് ഞാൻ കൈ കൊടുക്കാനാണ്. കൊലത്തും ആരോൺ നമ്മുടെ കുട്ടിക്ക് വേണ്ടി ഒരു പാവേനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ആ ഗെയിം കളിച്ച് ആരോൺ ജയിച്ച് വെറുതെ സമയം കളയല്ലേ ഇത് കളിച്ച്. പറഞ്ഞു തിരിഞ്ഞു പോയാ നമ്മൾ നമ്മള് നിന്റെ ഡേറ്റിനല്ല. ഇത് ചെയ്യാം. ഇവൻ നിനക്ക് വേണ്ടി ഒരു ബൊമ്മ വേണേ തിരിച്ചും ചെയ്യാം. എന്താ പറയുന്നത്? വേണ്ടെന്ന് പറ. എനിക്ക് പൊമ്മ വേണ്ട, എനിക്ക് പൊമ്മ വേണ്ട. ഞാൻ എന്റെ കാറി ഇരിക്കും. സമയമുണ്ടല്ലേ? 25. കാക്കുന്ന എങ്ങനെ? Catch. ഇല്ല, തീർന്നു. ഒറ്റ ചാൻസേ ഉള്ളൂ. അത് കറക്റ്റ് ഡ്രോപ്പ് ചെയ്യണം. എന്താ വിചാരിച്ചു? ഇന്നലെ ഞാൻ പറഞ്ഞ മനസ്സിലാ ഇത് നഷ്ടമാണെന്ന്. എടാ എന്നാ ഈ പെണ്ണിന് എടുക്കാറുന്നില്ലേ? അതെന്ത് ആ ഗ്ലാസിന്റെ പുറത്ത് ആ സാധനം പിടിച്ചു. അത് കറക്റ്റ് ഡ്രോപ്പ് ചെയ്യണം. കറക്റ്റ് ആംഗിൾ 30 സെക്കൻഡ് ഇങ്ങോട്ട് വാ. എവിടെ നിന്ന് കിട്ടും കാണാൻ കിട്ടുന്ന സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. കിട്ടണമെങ്കിൽ ബാക്കി കേട്ടോ. എടാ ടൈം തീരാറായി. 13 സെക്കൻഡ്. അങ്ങനെ ആരോടും തോറ്റിരിക്കുന്നു ഗായ്സ്. തിയറിയും പ്രാക്ടിക്കലും തമ്മിൽ കുറച്ചൊരു ഗ്യാപ്പ് വന്നു. ഇല്ല, അത് സംഭവിച്ചതെന്ന് പറഞ്ഞാല് ആ പെൻഗ്വിൻ അത് കാണിച്ചു കൊടുത്തു. ആ പെൻഗ്വിന്റെ തലയിൽ പിടിച്ച് എടുക്കാൻ കിട്ടുമെന്ന് അവര് പറഞ്ഞു. ആ തലയുടെ നോക്കിയപ്പോഴത്തേക്ക് ഈ ഒരു ക്ലോ അപ്പുറത്തെ പെൻഗ്വിന്റെ തലയിലോട്ടും അത് തട്ടി, അത് ലോക്കായി. അതാണ് പറ്റിയത്. ഇതൊക്കെ താങ്കൾ നേരത്തെ പ്രതീക്ഷിക്കണമായിരുന്നു. അതല്ല ഞാൻ പറഞ്ഞത്, നടക്കുന്ന ഒരു ഉറപ്പില്ല. പറഞ്ഞ ആരോൺ തോറ്റ അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല അവിടെ റിയാക്ഷൻ കിട്ടുന്ന വലിയ പ്രതീക്ഷ ഒന്നും ആദ്യം ഇല്ല, അതുകൊണ്ട് പിന്നെ ഒന്നും തോന്നലുണ്ട്. ഓക്കെ ഗൈസ്, നമ്മള് എയർ ഹോക്കി കളിക്കാൻ പോവാണ്. ഓൺ മൈ ലെഫ്റ്റ് നമ്മുടെ ഗ്രേറ്റ് ആരോൺ, ഓൺ മൈ റൈറ്റ് നമ്മുടെ വേറെ ഗ്രേറ്റ് ഹസ്ന. സോ ഗെയിം സ്റ്റാർട്ട്സ് നൗ. തുടങ്ങി. ഞാൻ പൈസ ഇട്ടില്ല. ഇത് ആര് പൈസ പറഞ്ഞേ? പൈസ ഇടാണ്ട് കളിക്കും. പിന്നെ കളിക്കട്ടെ. ഇത് ആര് പൈസ പറഞ്ഞേ? സെൽഫ് ഇത് ആര് പൈസ പറഞ്ഞേ? ഞായിട്ടൊന്നുമില്ല. ഇട്ട് അത് വേറെ ആരും ഇട്ടതാണ്. എടാ നീ ഇട്ടതാ. കളി നിൽക്കാൻ പാടില്ല. ഈക്വലേ രണ്ടുപേരും ഒരേ തെറ്റ് ചെയ്ത്. ആരോ തോറ്റാരോ. കളിക്ക് എങ്ങനെയുണ്ട്? ആരോൺ 1 പോയിന്റ് ജയിച്ചിരിക്കുന്നു. ആരോൺ എന്താ പറയാനുള്ള ഗെയിമിനെ പറ്റി? ലക്ക്. അല്ല ഞാൻ ടു ബി ഓണസ്റ്റ് ഞാൻ ജയിച്ചതല്ല, നമ്മൾ ടൈ ആണ്. കാരണം ഇവിടെ വന്നപ്പോഴേ ഒരു സ്കോർ കിടപ്പുണ്ടായിരുന്നു. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 5-5 ആണ്. ആരണ് ഞാൻ വിട്ടുകൊടുത്തതാണ് ആദ്യത്തെ കളിയല്ലേ, ജയിച്ചോട്ടെന്ന് വിചാരിച്ചു. ഫൈനലി ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞു. നമ്മളെല്ലാവരും തളർന്ന് വിശന്ന് തുടങ്ങി. വിശന്ന നമ്മളല്ലാതാവും. സ്നിക്കേഴ്സിൻ്റെ ആഡൊന്നുമല്ല, ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ച് ഫുഡ് കഴിക്കാൻ പോവാം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു നല്ല ഫുഡ് സ്പോട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. ഫുഡ് കഴിക്കുന്ന ഫുട്ടേജ് നോക്കിയപ്പോഴത്തേക്ക് ഏകദേശം 45 മിനിറ്റ് എന്തോ ഉണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ഒന്നിയിൽ എല്ലാം കാണിക്കണം, അല്ലെങ്കിൽ ഒന്നും കാണിക്കരുത്. കാരണം കോണ്ടെക്സ്റ്റ് ഇല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സംസാരങ്ങൾക്കിടയിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരാളെ തന്നെയാണ് നമുക്ക് കിട്ടിയെന്ന്. ഫുഡെല്ലാം കഴിഞ്ഞ് എല്ലാവരും സ്റ്റഫ്ഡായി, ഭയങ്കര
ടയർഡായിരുന്ന നമുക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻഡിങ് വേണമല്ലോ, അല്ലെങ്കിൽ ഒരു റിലാക്സിങ് ആയിട്ടുള്ള ഒരു എൻഡിങ് നമുക്ക് അത്യാവശ്യമാണല്ലോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ച് ബീച്ചിലേക്ക് പോവാം. ഇവരെ നമുക്ക് വെറുതെ ബീച്ചിൽ കൊണ്ട് ഇടാൻ പറ്റത്തില്ലല്ലോ, കാരണം ഇവർ രണ്ടുപേരും പാട്ടുകാരാണ്. ഇവരെ കൊണ്ട് എന്തെങ്കിലും ഒരു ടാസ്ക് നമ്മൾ ചെയ്യണമല്ലോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ച് ബീച്ചിൽ പോയി ഇവർക്കൊരു ടാസ്ക് കൊടുക്കാം. അങ്ങനെ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോയി. അവരവിടെ നിന്ന് സംസാരിച്ച് നമ്മൾ അതിന്റെ ഇടയിൽ കയറി അലുമ്പാ പോവും. മതി 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 മതി. നമ്മളിനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ആരോൺ ഒരു പാട്ടുകാരനാണല്ലോ, അപ്പൊ അവൻ നമ്മുടെ ഹസ്നയ്ക്ക് ഒരു പാട്ട് പഠിപ്പിക്കാൻ പോവാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. കുറച്ച് തിരക്ക് വേണം എനിക്ക്. വേണ്ടല്ലോ, കുതിരകളുടെ ഒക്കെ ഇടയിൽ നിന്ന് ഒരു കരിമുകിലിനു ചിറകുകളരുളിയ മിന്നലേ. ഗൈസ്, ഇവർക്ക് മനസ്സിലാവുന്നില്ല, ഇതിപ്പോ ഇരുട്ടാവുമ്പോ രണ്ടിനെ കാണാൻ പറ്റൂല, പിന്നെ ഞാൻ പാടിയെന്ന് പറയും. സോ ആരോൺ ഹസ്നേനെ 3 വാക്കിൽ ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ only 3 words അതിൽ ഡിസ്ക്രൈബ് ചെയ്യണം. എന്തായിരിക്കും? അത് കുറച്ച് പാടല്ലേ. ഇല്ലില്ല, അത് പറ്റില്ല. യു ഹാവ് ടു ഡു ഇറ്റ്. റാപ്പിഡ് ഫയർ. അത്ര ചിന്തിക്കരുത്. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളതിൽ ഇത്രയും നിങ്ങൾ മൊമെന്റ്സ് ഷെയർ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് കടലിൽ അങ്ങോട്ട് പോകാം. ബെറ്റർ ഫ്രെയിം. ഫണ്ണ്, കടലിന്റെ സൈഡിലോട്ട്, വൈബ്, മ്യൂസിക്. ഇനി അടുത്ത ഹസ്ന. വേറെ 3 വാക്കിൽ ആരോണ് ഹസ്ന എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യും? ഓണസ്റ്റ്, മോനെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. പോയി ആരോണ്ട് പോയി. റിലയബിൾ, മോനെ മനസ്സിൽ മറ്റൊരു ലഡ്ഡു പൊട്ടി. തേർഡ് വൺ ജെനുവിൻ, മോനെ മനസ്സിൽ മറ്റൊരു ലഡ്ഡു പൊട്ടി. ജെമിനിയാ? ജെമിനി അല്ല, നിയോ ബനാന. ഓണസ്റ്റ് എന്ന് പറഞ്ഞില്ല. അവസാനം എന്ത് പറഞ്ഞു? റിലയബിൾ, ജെനുവിൻ. ഞാൻ കേട്ട ജെമിനി. നൈസ്. ഇനി നേരിട്ട് പാട്ടിലേക്ക്. നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റണം പാട്ട് ചെയ്യണമെങ്കിൽ. ഇത്രയും സ്ഥലം ഒന്ന് കാണിച്ചാണ്. ഇത്രയും സ്ഥലം പോരാ, ഇനി വേറെ സ്ഥലം വേണം. അതിനാതിരിക്കണം. എല്ലാം ഞാൻ ചെയ്യണം ആദ്യം. പ്രൊഡ്യൂസർ ആണ് ഇതെല്ലാം ചെയ്യേണ്ടത്. ആദ്യം എല്ലാം ഞാൻ ചെയ്യണം. ഞാൻ ടെസ്റ്ററാണ് ഇവരുടെ. നീ പോയ മരത്തിന്റെ ചോട്ടിൽ മരത്തിന് അവിടെ ഇങ്ങനെ ചാകുന്നുണ്ട്. എടാ ഇവിടെ അല്ലടാ, ഞങ്ങളെ ഞാൻ ഇരുന്നു. ഇവിടെ അങ്ങ് ഇരിക്കാനാണോ പറഞ്ഞത്? പിന്നെ ഇരിക്കട്ടെ. ഇരിക്കണ ഇത് റൊമാൻറ്റിക് ഡേറ്റ് ആണ് കേട്ടാ. അതെന്താ നീ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണേ? അവന്റെ പാട്ട് കേട്ടാ. ഇത് ഞാൻ പാടും പുതിയ ഹസ്നയ്ക്ക് ഏത് പാട്ടാ വേണ്ടേ? അത് ചോദിച്ചില്ല. മലയാളം വേണോ ഹിന്ദി വേണോ? ഹിന്ദി. ഹിന്ദി. എന്ത് ചോദിച്ചാലും മലയാളത്തിൽ തിരിച്ചാണ്, ഇംഗ്ലീഷ്. ഞാൻ ചോദിച്ചത് നീ ഇപ്പൊ മലയാളം ഒന്ന് പറയണം, മനസ്സിലായി. ഓക്കെ നിങ്ങൾ വൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗിറ്റാറിസ്റ്റുകളുടെ ഒരു തീം സോങ് ഉണ്ട്. ആരോൺ ഹസ്നയ്ക്ക് വേണ്ടി ഏത് പാട്ടായിരിക്കും? അത് കളിച്ച് ഹസ്ന ഇംപ്രൂവ്ഡ് ആണോ? അല്ല, ഇംപ്രസ്ഡ് ആണോ? കാരണം ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നു. പാട്ട് കേട്ട്, ആരോണ്ട പാട്ട് കേട്ട് മഴ പെയ്യിക്കണം, മഴയും പെയ്യിച്ചു. മഴ പെയ്യുന്നുണ്ട്. ഇംപ്രസ്ഡ് ആണ്. ഇംപ്രൂവ്ഡ് നല്ല ഇംപ്രൂവ്ഡ്. ഗൈസ്, നമ്മുടെ ഡേറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ പരിപാടികൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ വന്ന് വിളിച്ച തൊട്ട് ഇതുവരെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഫൺ ഫീൽഡ് അഡ്വഞ്ചറസ് സൺഡേ ആയിരുന്നു. കൊള്ളായിരുന്നു. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് പോണത്. കൊള്ളായിരുന്നു. അരുൺജി, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? രാവിലെ ഇറങ്ങിയതാ, ഉറക്കം പോലും ഇല്ല. രാവിലെ ഇറങ്ങി, മേക്ക് ഓവർ, അത് കഴിഞ്ഞിട്ട് പിന്നെ ലുലു, പിന്നെ റാൻഡം സെർച്ചിങ്, പിന്നെ ഈ പറയുന്ന പോലെ ആള് വരുന്നു, പിന്നെ ചേഞ്ച് മനസ്സിലാക്കുന്നു, എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നു പോയെന്ന് വല്ല ഐഡിയ ഉണ്ടോ? അതെ, ഭയങ്കര കഷ്ടപ്പാട്. ഏറ്റവും വലിയ ഹൈലൈറ്റ് പാട്ട് പാടി മഴ പെയ്ച്ചു. അതാണ്. ഇവരെന്റെ അടുത്ത് പറഞ്ഞു ഒരു പാട്ട്, നല്ലൊരു പാട്ട് പാടിയിട്ട് മഴ പെയ്യിപ്പിക്കണം എന്ന്. ഞാൻ നല്ലൊരു പാട്ട് പാടി മഴ പെയ്തു. എന്നിട്ട് അതെങ്ങനെ നിർത്തണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പാട്ട് പാടി നിർത്തിച്ചു. അത്രേ ഉള്ളൂ.
അങ്ങനെ എല്ലാം കൊണ്ട് നല്ല രസമായിരുന്നു. പിന്നെ വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം, നമ്മള് ഫ്രണ്ട്സ് ആയിട്ട് നമ്മളെല്ലാം മറന്ന് നമ്മൾ എന്തിനാ കൂടിയേ? അറിയില്ല. ബ്ലൈൻഡ് ഡേറ്റ്. അതെ, ആരോൺജി എങ്ങനെയുണ്ട്? റേറ്റിംഗ് ആണ്. അതെ, ഔട്ട് ഓഫ് 20. അത് 8.5. 8.5 കിട്ടിയില്ലേ? അപ്പൊ ജെന്യൂൻ ചോദ്യമാണ്. ഒരു സെക്കൻഡ് ഡേറ്റ് 8.5 അപ്പോഴതിന് ബാക്കി മാർക്ക് ഉണ്ടല്ലോ 10. ഒരു സെക്കൻഡ് ഡേറ്റിനുള്ള ചാൻസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നോക്കാം. ഞാൻ പറയുന്നത് ഒരു 10,000 ലൈക്സ് അല്ലേ, 10,000 ലൈക്ക് ഈ വീഡിയോക്ക് വരികയാണെങ്കിൽ ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്തത് ചെയ്യും. വിത്തൗട്ട് സ്പോൺസേഴ്സ്, വിത്തൗട്ട് അജിന്റെ സ്വന്തം സ്പോൺസർഷിപ്പിൽ അടുത്ത വീഡിയോ വരുന്നത്. അടുത്തത് ഇവന്റെ ചെലവിൽ ഇവന്റെ ഡേറ്റ് ഞാൻ ദുബായില് ഗൈസ് ഞാൻ ഉടനെ തന്നെ ദുബായിൽ പോകുന്നതായിരിക്കും. അപ്പൊ ഇതിനൊരു സീസൺ 2 വരുന്നുണ്ടെങ്കിൽ അത് ദുബായിൽ വെച്ചായിരിക്കും. അതിന്റെ ഫുൾ അവള് 8.5 പറഞ്ഞു. നിങ്ങൾ ഇവളുടെ റേറ്റിംഗ് പറ. അതാ ഒരു ഓൺ എ സ്കെയിൽ ഓഫ് 1 to 10 പുള്ളിക്കാരി എങ്ങനെ ഉണ്ടായിരുന്നു? 9. അത് 0.5 കൂടുതൽ. അതെന്താ എനിക്ക് പറഞ്ഞുകൂടി? 8.5 തന്നെ പിന്നെ അങ്ങ് പറയാത്ത എന്ത്? അല്ലേ, അത് കൂടുതലെടുത്തു. അത് എന്റെ തെറ്റായിരിക്കും ചിലപ്പോ. ഞാൻ ഒരു ആവേശത്തിന് 9.2 മതിയോ ഗൈസ്? അപ്പൊ ഈ വീഡിയോക്ക് ഞങ്ങൾ പൂർണ്ണമായിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ ചെയ്തു എന്നുള്ള വിശ്വാസത്തിൽ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. ഗൈസ്, നമ്മുടെ ആരോൺജി ഒരു പാട്ട് പാടി മഴ മേടിച്ചു. പാടി മഴ പെയ്യിപ്പിച്ചു. സത്യം മാത്രമേ ഉള്ളൂ, കള്ളം വലിപ്പിക്കാം. കള്ളം പറയാൻ അറിയത്തില്ല. ടീച്ചറിന്റെ പോലെ എല്ലാം പഠിച്ചു, കള്ളം പറയാൻ മാത്രം പഠിച്ചു. അതാണ് മെൻഷൻ ചെയ്ത ഓണസ്റ്റ്. ഒന്നായിരുന്നു, അതാ കാര്യം. 480p. നാട്ടിൽ സൂര്യനില്ല, വേഷഭൂഷകളെല്ലാം വന്നു, മുഖം വാടി ഇരിപ്പൂ. നിങ്ങളുടെ ഗ്രീൻ ഫ്ലാഗ് എന്താണ്? എന്റെ ഗ്രീൻ ആദ്യം ദേവാൻ. അതാണ് അപ്പൊ നെക്സ്റ്റ് വീഡിയോ ഈസ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിക്കാണോ? എനിക്ക് കിട്ടിയില്ല. ഏറ്റവും ഒരു ഫേവറേറ്റ് മൊമെന്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയത്? ഇതാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ് മൊമെന്റ് ഇന്നത്തെ. ആക്ച്വലി ആരോൺ പാടി മഴ പെയ്യുന്നു. ഇത് വാട്ടർ പ്രൂഫ് ആണോ? ഹലോ, ഇത് MOTയുടെ ഐ പ്ലാനറ്റ് സർവീസ് സെന്റർ അല്ലേ? കളിക്കില്ലേ നിങ്ങൾ? ഉദ്ദേശം എന്താണ്? നിന്റെ ഡേറ്റ് അല്ല ചേർന്ന് സമയം കുറച്ച് പണി നടക്കുകയല്ലേ, അപ്പൊ ഞാൻ ഇവിടെ വന്ന് ചെറുതായിട്ട് മനസ്സിലാകാം. ചീര കാണിക്കുന്നതാ. ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ കമന്റ് ചെയ്യണേ.